മണിയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. മണി ഭായിയായിട്ട് ഭയങ്കര ബന്ധം. നാട്ടുകാരനായിരുന്നുള്ള രീതിയിൽ. അവൻ ചാലക്കുടിയും ഞാൻ തൃശ്ശൂരാണ്. എന്റെ ഒരു ബ്രദറിനെ പോലെ അല്ല, ബ്രദർ തന്നെയാണ്. എവിടെ പരിപാടിക്ക് പോയാലും ഇപ്പൊ ഞാനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, സ്റ്റേജിലേക്ക് വിളിക്കുക. ഇവിടെ കേരളത്തിലെ 2 കറുത്ത മുത്തുകളുണ്ട്, ഒന്ന് ഞാനും ഞാനും, ഒന്ന് ഇതേരിക്കുന്നു IM വിജയൻ വടാ എന്ന് പറയും. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളത് ഭയങ്കര രസമാവും. കാരണം അത്രയും ബന്ധമാണ് അവനായിട്ട്. വിജയന്റെ ഒരു സവിശേഷത ഇതാണ് ശരിക്കും. ഒരു നമ്മൾ പറയുന്ന പോലെ ഒന്നും അധികം ആഗ്രഹിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒന്നിനു വേണ്ടിയിട്ടും അങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തില്ല. ഇത്രയും ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് തവണ വിജയനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. വിജയനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ഒരു സവിശേഷത എന്ന് വെച്ചാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒട്ടും ഈഗോ ഇല്ലാതെ ഒരാളോട് സംസാരിക്കുക എന്നുള്ളൊരു സംഗതിയുണ്ട്. കാരണം ഒരിക്കലും നമ്മൾ വിജയനോട് സംസാരിക്കുമ്പോൾ ഒരു വലിയ ഫുട്ബോൾ താരത്തെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ സിനിമയിലൊക്കെ മുഖം കാണിച്ച് ഇന്ത്യ മുഴുവൻ എവിടെ പോയാലും തിരിച്ചറിയപ്പെടുന്ന ഒരു മുഖമാണ് എന്ന് ഒരിക്കലും വിജയൻ നമ്മളെ ഫീൽ ചെയ്യിക്കില്ല. ആര് വന്നു കഴിഞ്ഞാലും ഇപ്പം വിജയൻ പിന്നെ ഇപ്പോൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ വിജയനോട് പറയാണ്, വിജയ ഇങ്ങനെ ഒരു കാര്യം പിന്നെ ഇല്ലാത്തൊരു കാര്യമാണെങ്കിലും പറ്റി എന്നെ പുകഴ്ത്തി ഒരു വേദിയിൽ പറയണമെന്ന് പറഞ്ഞാൽ വിജയൻ പറഞ്ഞിരിക്കും. ഞാൻ അടുത്ത ദിവസം കണ്ടത് അങ്ങനത്തെ ഒരു അങ്ങനെയുള്ള സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ഒരു ഇതിന് ഒരു പുനർവ്യാഖ്യാനം കൊടുത്തൊരു മനുഷ്യൻ കൂടിയാണ്. സത്യത്തിൽ ഇതിനെക്കുറിച്ച് വിജയൻ ഒട്ടും ബോധവാനുമല്ല. ഞാൻ അത്ര ഒരിക്കലും വിജയൻ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക്, ഒരു മാനസികാവസ്ഥയിലേക്ക് വളർന്ന് നിസ്സാര കാര്യം. ലൈഫ് ഷോർട്ട് പീരീഡ് ആണ്. അതിന്റെ ഇടയിൽ നമ്മൾ വെയിറ്റ് ഇട്ടിരുന്നത് എന്താ കാര്യം? ഒരു കാര്യമില്ല. അത് നമ്മൾ കൂളായിട്ട് നമ്മളെ നാട്ടുകാരെ പോലെ തന്നെ അങ്ങോട്ട് നടന്നങ്ങോട്ട് പോയാൽ മതി. ലൈഫ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡ് ആണ്. എപ്പോഴാണ് ഇപ്പോഴത്തൊക്കെ പെട്ടെന്ന് പോണ കണ്ടില്ലേ? ചെറിയ അക്കന്മാർക്കൊക്കെ അറ്റാക്കാണ്. എന്തിനാ അഹങ്കരിച്ചിട്ട് കാര്യം? അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മള് പന്ത് കളി തന്നെ കാലോട് കളിക്കാനുള്ളതാണ്, എടുത്ത് തലയിൽ വെക്കാനുള്ളതല്ല. കാലോട് കളിച്ച് പോട്ടെന്നേ. അതാണ് എനിക്കിപ്പോ പിള്ളേരോട് പറയാനുള്ളൂ. പന്ത് കളിക്കുന്നവരോട് അവരോട് പറഞ്ഞ എപ്പോഴും ചെറുപ്പത്തിലുള്ള ചെറുപ്പ കുട്ടികളോട് പറഞ്ഞ കളി, പന്ത് കളി എന്ന് പറഞ്ഞ കാലോട് കളിക്കുന്ന കളിയാണ്. അത് എപ്പോഴെങ്കിലും തലയിൽ കയറുമ്പോഴാണ് ഒന്നല്ലാണ്ടായി പോണത്. അതായിരിക്കും ഏറ്റവും നല്ലത്. തലയിൽ കയറാൻ നോക്കുക. തലയിൽ കയറണം നോക്കിയാൽ കൊള്ളാം. അവര് കൊള്ളാം. ഹെഡൊക്കെ ചെയ്ത് കളിക്കുമ്പോ ഹെഡൊക്കെ ചെയ്തിട്ട് അതല്ല, അതിനകത്ത് തലയിൽ വെക്കാണ്ടിരുന്നാ മതി.